നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സ്ഥലംമാറ്റവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അപവാദ പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു. ആശുപത്രിയിലെ ഡോക്ടർമാരെ കൂട്ടമായി സ്ഥലം മാറ്റിയെന്ന പ്രചാരണം തെറ്റാണ്. 2 ഡോക്ടർമാർ മാത്രമാണ് സ്ഥലം മാറിപ്പോയതെന്നും നിലവിൽ വിവിധ വിഭാഗങ്ങളിലായി 23 ഡോക്ടർമാർ സേവനം ചെയ്യുന്നുണ്ടെന്നും ഭരണസമിതി വ്യക്തമാക്കി. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിലൂടെ ബ്ലോക്ക് പഞ്ചായത്തിലെ UDF ഭരണസമിതിക്കെതിരെ നടത്തപ്പെടുന്ന അപവാദ പ്രചരണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് ഭരണസമിതി അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഡോക്ടർമാരുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് UDF ഭരണസമിതിക്കെതിരെ നടത്തുന്ന അപവാദ പ്രചരണങ്ങളിൽ യാതൊരുവിധ അടിസ്ഥാനവുമില്ല. ആകെ 2 ഡോക്ടർമാർ മാത്രമാണ് സ്ഥലം മാറിപ്പോയത്. ഫിസിഷ്യൻ ഡോക്ടറായിരുന്ന ഡോക്ടർ കരോൾ ജോസഫിന് കാർഡിയോളജിസ്റ്റായി സ്ഥാനം ലഭിച്ചതിനെ തുടർന്നാണ് സ്ഥലംമാറ്റം ഉണ്ടായത്. ത്വക്രോഗ വിദഗ്ധന്റെ സ്ഥലം മാറ്റം പൊതുസ്ഥലം മാറ്റ നടപടികളുടെ ഭാഗമായി ഡോക്ടർ സ്വയം ആവശ്യപ്പെട്ട് നേടിയതാണ്. നിലവിൽ ആശുപത്രിയിൽ ആകെ 23 ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. UDF ഭരണസമിതി അധികാരത്തിലെത്തിയ ശേഷം ആരംഭിച്ച ഡയാലിസിസ് യൂണിറ്റിൽ ദിവസേന 3 പേർക്ക് ഡയാലിസിസ് സേവനം ലഭിക്കുന്നുണ്ട്. വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്ന ഈവനിംഗ് OP സേവനവും ഈ ഭരണസമിതിയാണ് ആരംഭിച്ചത്. ആശുപത്രിയിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയിട്ടുണ്ടെന്നും ഭരണസമിതി അറിയിച്ചു. 2022 ആശുപത്രി പണി പൂർത്തിയാക്കിയ പ്രവർത്തനം ആരംഭിക്കുമെന്ന വ്യാപക പ്രചാരണം നടത്തിയ മുൻ LDF സർക്കാരിന്റെയും MLAയുടെയും കാലാവധി അവസാനിച്ചിട്ടും ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല. അന്ന് ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലായിരുന്നു. ഇതെല്ലാം മറച്ചുവെച്ചാണ് ഇപ്പോൾ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നത്. ഞങ്ങളുടെ ഭരണസമിതിയുടെ തൊട്ട് മുമ്പുള്ള ഒരു 5 വർഷം എന്ന് പറയുന്നത് കാര്യക്ഷമമായ ഒരു പ്രവർത്തനം അതിന്റെ പിന്നിൽ. അത് മാത്രമല്ല, നിലവിൽ താലൂക്ക് ആശുപത്രി ആവശ്യമായ സ്റ്റാഫ് താലൂക്ക് ആശുപത്രിയിൽ ഇല്ല. അപ്പൊ താലൂക്ക് ആശുപത്രിയുടെ സ്റ്റാഫ് പാറ്റേണേ അല്ല. നിങ്ങൾ ഓർക്കണം, ഇടതുപക്ഷത്തിൽ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി MLA ദീർഘകാലമായി ഇവിടെ MLA കഴിഞ്ഞ 2 ടേം ആരോഗ്യവകുപ്പ് CPM കൈവശം ഇരുന്ന ആരോഗ്യവകുപ്പ് ഇരിക്കുമ്പോഴും ഒരു ഇടപെടലും ഈ താലൂക്ക് ആശുപത്രിയായിട്ട് ഇതിനെ ഉയർത്തിയ സ്റ്റാഫ് പാറ്റേൺ ആ നിലയ്ക്കിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഇടപെടലും അവിടെ നിങ്ങൾ കഴിഞ്ഞ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ മിനിറ്റ്സ് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ഒരു ഘട്ടത്തിൽ പോലും ഒരു തീരുമാനമെടുത്ത് ഗവൺമെന്റിലേക്ക് കൊടുക്കണം എന്നുള്ള അജണ്ടയിൽ ഉൾപ്പെടുത്തിയ ഒരു തീരുമാനം എടുക്കില്ല. UDF സർക്കാരും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇത്തരം അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങൾ നടക്കുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി, മുകേഷ് മോഹൻ, സോണിയ മാർട്ടിൻ, ഷൈജ സന്നി, ജിഷ ജോർജ്, ഷിംല ബീവി എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.